ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താ പറയണ്ടേ, എനിക്കതെങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നെനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, എൻ്റെ ഒരു തമ്നെയിൽ കണ്ടപ്പോൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണു. എന്നാലും അതെങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്നെനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഒരു വേർഡ്, അതായത് ചീറ്റ് അല്ലെങ്കിൽ പറ്റിക്കുക എന്നുള്ളൊരു വാക്ക് സംസാരിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാര്യം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ 2-3 പേര് കടന്നു പോയി. അപ്പോൾ അവരെൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം എനിക്ക് ആദ്യമൊക്കെ കുറച്ച് സങ്കടം തോന്നി കേട്ടോ. കാര്യം പറ്റുന്ന കൊണ്ടല്ല, നമ്മളിപ്പോൾ ഒരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യുകയാണ്. നമ്മൾ മാലദ്വീപ്സിലോട്ട് പോരാൻ നമ്മളൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട്, കുറച്ച് പൈസ മേടിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ അടുത്ത് മേടിക്കുന്ന ഒരു ഏജൻസിയാണ്. അതുപോലെ 4 ലക്ഷം രൂപ കഴിഞ്ഞും 4.5-ഓളം മേടിച്ച ഏജൻസിയുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേയ്മെൻറ്റ് ഇത്രയും നമ്മൾ കൊടുക്കുന്നതല്ലേ, എനിക്കങ്ങനെയാണ് പേഴ്സണലി ഒരു ഫീൽ തോന്നുന്നത്. നമ്മൾ ഇത്രയും പേയ്മെൻറ്റും കൊടുത്തേച്ച് എന്തുകൊണ്ട് അവർ നമുക്ക് വേണ്ടതായ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായ ഒരു കാര്യം നമുക്ക് എന്തുകൊണ്ട് അവർ ചെയ്തു തരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഞാൻ ഏജൻസിയുടെ പേര് പറയുന്നില്ല, അതുപോലെ ആരാന്നും പറയുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ അവരെൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിയിലായിട്ട് സംസാരിച്ച് ഒന്ന് കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതെനിക്ക് കൺഫേമായിട്ട് അറിയാവുന്നതാണ്. എന്നിരുന്നാൽ കൂടിയും ഇനി ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ എന്തെങ്കിലും റൂളൊക്കെ ചേഞ്ച് ആയേക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു കൺസേൺ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാനെൻ്റെ സംസാരിച്ചവരോട് ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് എൻ്റെ ഏജൻസിയിലെ സാറുമായിട്ടൊന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങളുമായിട്ട് അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിവേ, അതെന്തെങ്കിലും ആട്ടെ, അതൊക്കെ സംഭവങ്ങളൊക്കെ അതിൻ്റെ മുറയ്ക്ക് തന്നെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മിങ് ടു ദ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏജൻസിയിൽ നിന്ന് അവർ ഒരു എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് പോരാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മളിങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പോരുന്നതിന് ഇന്നിപ്പം 22 സെപ്റ്റംബർ, സമയം ഇപ്പോൾ 12:30 ആകാൻ പോകുന്നു. മാലദ്വീപിയൻ ടൈം അനുസരിച്ചിട്ട് 12:30 ആവാൻ പോകുന്നു. ഈ ഒരു സമയം വരേക്കും അതിന് ഒരു ചേഞ്ചസും വന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഒരു ചേഞ്ചസും ഫാമിലിയെ 3 മാസം കഴിഞ്ഞിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, 6 മന്ത് കഴിഞ്ഞിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ഒരു നിയമവും മിനിസ്ട്രി ഇതുവരെ ഇവിടെ നമുക്കൊരു അനൗൺസ്മെൻറ്റ് തന്നിട്ടില്ല ഇതുവരേക്കും. ഈ ഒരു ദിവസത്തെ ഒരു കാര്യമാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാര്യം. 2-3 ആൾക്കാർക്ക്, 2-3 ഫാമിലിക്ക് അങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പേഴ്സണലി ഒരു ഏജൻസിയെ തേച്ചൊട്ടിക്കാൻ അങ്ങനെ ഒന്നും അല്ലാണ്ട് ഞാൻ ഉദ്ദേശിക്കണേ, എൻ്റേതായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരേക്കും അങ്ങനെ റൂളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സോ അപ്പോൾ ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു 6 മന്ത് കഴിയുമ്പോഴേ ഫാമിലിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരാളോട് അങ്ങനെ പറഞ്ഞു, ഒരാളോട് പറയുന്നു 3 മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു റൂളില്ല. നമ്മളെന്നാണോ നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ പോരുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഫാമിലിയെ കൂട്ടിക്കൊണ്ട് പോരാം. ഓക്കെ. അപ്പം എനിക്ക് ഈ കാര്യം ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ടിടുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വേറൊരാൾ ചോദിച്ചൊരു കാര്യമാണ്. എനിക്കപ്പം പക്ഷെ ഞാൻ അയാളോട് എന്താ പറയുക, അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. അയാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ശരിക്കും എനിക്കറിയില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ എങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു.
എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവരിത്തിങ് കാര്യങ്ങൾ. ഈവൻ നമുക്കിവിടെ എൻ്റെ ഐലൻഡിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഫുഡിൻ്റെ കാര്യം, അതുപോലെ നമ്മളിവിടെ താമസിക്കുന്നത്, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്, അതുപോലെ നമുക്ക് എത്ര രൂപ നമുക്കൊരു ചിലവ് വരും, ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ എത്ര രൂപ ചിലവ് വരും, നമുക്കൊരു മീൻ മേടിക്കുന്നതിന് എത്ര രൂപ ചിലവ് വരും, അങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ, ഈവൻ കടുകുമണിയുടെ അത്രയുള്ള കാര്യങ്ങൾ വരെ ആ ഒരു വ്യക്തി എന്നോട് ചോദിച്ച് അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ലാസ്റ്റ് അവർ എന്നോട് ചോദിച്ചു സർവീസ് ചാർജ് എത്രയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഏജൻസിയുടെ കാര്യമല്ല എനിക്കറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ MOHലോട്ട് ഇപ്പോൾ ബിലോ 3 lakhs ആണ് എന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബിലോ 3 lakhs ആണ് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുക്ക് ദേഷ്യപ്പെടല്ല, അയാൾ എന്നോട് ചോദിക്കുക അതിൽ കുറവായിട്ട് ഏജൻസിക്കാർ കൊടുക്കുന്നുണ്ടല്ലോ, ഒരു 2 ലക്ഷത്തിൽ താഴെയായിട്ട് കൊടുക്കുന്ന ഏജൻസികളുണ്ടല്ലോ, പിന്നെ നിങ്ങളെന്താ ഇത്രയും പൈസ കൂട്ടി മേടിക്കുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്. നമ്മളോട് ഒരാൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കടുക് മണിയോളമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്രയും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലാണ് ഞാൻ നിങ്ങൾക്ക് ഇമാതിരി ക്ലാരിഫിക്കേഷൻ എല്ലാം തന്നെ, എനിക്ക് ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷൻ തരുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ അത് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടതിൽ ഞാൻ ഇത്ര കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. തമാശയ്ക്ക് വേണ്ടി ആരും എനിക്ക് മെസ്സേജ് അയക്കരുത്, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്കൊരു കുഞ്ഞു മാവയുണ്ട്, അവളെ വെച്ചിട്ടും കൂടെ മാനേജ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഓൺ കോൾ ഡ്യൂട്ടിയൊക്കെ വരുമ്പം അപ്പം തന്നെ നമുക്ക് വരും. ഓൺ കോൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ ടൈം കിട്ടും, നമ്മൾ പ്ലേറ്റ് എടുത്ത് കൈ പിടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കോൾ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുണ്ട്. അപ്പം അതെല്ലാം ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾ എനിക്ക് റെസ്പോൺസ് തരിക. ഓക്കെ, ഇതെനിക്ക് പേഴ്സണലി ഒരുപാട് എനിക്ക് വിഷമം തോന്നി. ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടവും ദേഷ്യവും കൂടിയാണ് വന്നത്. ഞാൻ ജെനുവിൻ ആയിട്ടുള്ളതാണ് നിങ്ങളോട് പറയുന്ന കാര്യം. നിങ്ങൾ തന്നെയല്ലോ ഒന്ന് പറഞ്ഞു നോക്കുക. ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇമാതിരി ഒരു ചോദ്യം ചോദിച്ചാൽ ആർക്കാണെങ്കിലും ദേഷ്യമല്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്കൊക്കെ ഇമോഷൻസ് ഉള്ള ആൾക്കാരല്ലേ, അത് എക്സ്പ്രസ് ചെയ്യാനല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ എനിക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ തോന്നിയില്ല. കാര്യം ഓൾറെഡി എനിക്കും വയ്യായിരുന്നു, എനിക്ക് ടൈമും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ റെസ്പോൺസ് ഒന്നും കൊടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ച് മെസ്സേജ് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പക്ഷേ അയാൾ പിന്നെ എനിക്ക് പിറ്റേ ദിവസമൊക്കെ മെസ്സേജ് അയച്ചു. പക്ഷേ ഞാൻ കണ്ടു, പക്ഷേ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതല്ലാതെ ഇതിന് മുന്നേ ഒരു ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണെന്ന് തോന്നുന്നത്, കുറേ നാളായിട്ടോ, കുറേ നാളായി. ഞാൻ എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു ടൈമിലാണെന്ന് തോന്നുന്നു, കുറേ നാളായി. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, എടാ എൻ്റെ ഏജൻസി, ഞാൻ പറഞ്ഞു ചേച്ചി എത്ര രൂപയാണ് ചേച്ചിയുടെ ഏജൻസിന്ന് ചോദിച്ചേക്കണേ, കുറേ പേപ്പർ സംഭവങ്ങളൊക്കെ ചേച്ചിക്ക് എഴുതാൻ കൊടുത്തിട്ടുണ്ടെന്നാണ്, ഫില്ല് ചെയ്യാൻ കുറേ പേപ്പറൊക്കെ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഫ്രണ്ട് വഴി എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എനിക്ക് ഈ വക പരിപാടികളൊന്നുമില്ലായിരുന്നു, അതെല്ലാം എൻ്റെ ഏജൻസിയിലെ ചേട്ടനാണ് ചെയ്തത്. എന്നാൽ ചേട്ടന് ഞാൻ ഒരു ബിഗ് ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ്. കാര്യം എനിക്കൊന്നും അറിയേണ്ട വന്നിട്ടില്ല, സത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് 2 മാസം ആവണതിന് മുന്നേ ഞാനിങ്ങ് വന്ന ഒരു കാര്യം എനിക്ക് അറിയേണ്ട വന്നില്ല. ഇത്രത്തോളം ഒരു ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്ന ഒരു ആൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഏജൻറ്റിനെയും കാണുന്നത് കേട്ടോ. അപ്പം എനിക്കെല്ലാം ചേട്ടനാണ് ചെയ്തു തന്നത്, നല്ല എല്ലാം ക്ലിയറപ്പായിട്ട് തരുകയും ചെയ്തു. പക്ഷേ അവരെന്ന് ആ ചേച്ചീനോട് പറഞ്ഞത് ഈ ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് അത് ഏജൻസിക്ക് തന്നെ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കറിയത്തില്ല, ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചിയുടെ ഏജൻസിന് എത്ര രൂപ ചേച്ചിനോട് സർവീസ് ചാർജ് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് 1.25 1.57 അങ്ങനെ എന്തോ സംതിങ്, അത് 2.25 അങ്ങനെ എന്തോ ആണ്. എന്താണേലും 2.5ക്ക് താഴെയായിട്ടാണ് അവരോട് സർവീസ് ചാർജ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ശ്രദ്ധയ്ക്ക് 2.5 താഴെയാണെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസമേ, 2 താഴെയാണെന്ന് തോന്നുന്നു. എനിവേ, അങ്ങനെയുള്ളവരുടെ ഇപ്പോൾ എല്ലാ ഏജൻസി ഇപ്പോൾ 2 താഴെ മേടിക്കുന്ന എല്ലാ ഏജൻസി ഇങ്ങനെയാണെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ പറഞ്ഞത് ആ ചേച്ചി പറഞ്ഞ ഒരു എന്താ പറയുക, ആ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തു.
പക്ഷേ ആ ചേച്ചി എൻ്റെ അടുത്ത് ഏജൻസിയുടെ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ അത് കൂടുതൽ ചോദിക്കാനും പോയില്ല കേട്ടോ. അപ്പം ഇപ്പോൾ കുറവ് പൈസ മേടിക്കുന്ന ഏജൻസി ആണെങ്കിലും നിങ്ങൾ ചോദിക്കുക, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്ത് തരേണ്ടത്, എന്തെങ്കിലും ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടോ ഞങ്ങൾ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ ചോദിക്കാതെ നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്രത്തോളം പേപ്പർ ഉണ്ടായിരുന്നു, അതൊന്നും ചേച്ചി ആ വീഡിയോയിൽ പറഞ്ഞില്ല എന്നൊന്ന് ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ ചോദിക്കുക. അപ്പം അങ്ങനെ കുറവ് പൈസ മേടിക്കുന്നവർ കുറവ് പണിയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ആ ചേച്ചിക്ക് അത്രയും പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതാൻ കൊടുത്തത്. മേ ബി അങ്ങനെ ആയിരിക്കാം. ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, എല്ലാം ശരിയാവണമെന്നില്ല. എൻ്റെ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരും എന്നെ തെറി വിളിക്കരുത് പ്ലീസ്. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ കുറവ് പൈസ മേടിക്കുന്നതിന് ചിലപ്പം നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരുമായിരിക്കും. അതിപ്പോൾ നമ്മൾ നോർമലി എല്ലാ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ചെറുതായിട്ടുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുക, അത്രയേ ഉള്ളൂ കാര്യം. അതുപോലെ ഇപ്പോൾ കൂടുതൽ പൈസ മേടിക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയണ്ട, അതുകൊണ്ട് കൂടുതൽ പൈസയ്ക്ക് പോകാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ പൈസയ്ക്കുള്ള ഏജൻസിയിൽ നിന്നും ചെയ്യണ്ട, ഞാനത്ര പറയുള്ളൂ. കാര്യം ഒരു 3.5 താഴെ അതാണ് മാക്സിമം. അത്രയും ഇവിടെ എല്ലാവരും തന്നെ മേടിക്കുന്നുണ്ട്. പക്ഷേ കുറേ ഏജൻസികൾ മേടിക്കുന്നത് 4.5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ. അത്രയൊന്നും നമുക്ക് ഉടനെ ഈ മാൽദീവ്സിലോട്ട് വന്നു കഴിയുമ്പോൾ ഉടനെ പെട്ടെന്നൊരു 1 ഇയറിൽ നമുക്ക് അത്രയും റീഫണ്ടബിൾ ആവില്ല നമ്മുടെ കയ്യിലോട്ട്. കാര്യം നമുക്കൊരു 6 മന്തോളം എക്സാമുണ്ട്. ആ എക്സാം നമുക്കിപ്പോൾ 1 തവണയല്ല കിട്ടണേ, 2 തവണയല്ല, 3 തവണയല്ല, 4ാമത്തെ തവണ കിട്ടണമെങ്കിൽ 6 മന്ത് നമ്മുടെ പോവാണ്. 6 മാസത്തെ സാലറി നമ്മൾ എക്സാമിന് തന്നെയായിട്ട് ചിലവാക്കുകയാണ്. മനസ്സിലായോ? ഇപ്പോൾ 5 ലക്ഷം രൂപ കൊടുത്തു വരുന്ന ഒരു വ്യക്തിക്ക് 1 ഇയർ കൊണ്ട് എനിക്ക് 5 ലക്ഷം രൂപ ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സത്യം ഞാൻ പറയുക, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. പക്ഷേ അത്രത്തോളം എമൗണ്ട് കൊടുത്തിട്ടല്ല ഞാൻ വന്നത്. എനിക്ക് 3 രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ സ്റ്റിൽ എനിക്ക് റീഫണ്ട് ആകാൻ പറ്റുന്നില്ല. എനിക്ക് കുറച്ച് നാട്ടിൽ കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഏജൻസിക്ക് കൊടുത്ത എമൗണ്ട് എനിക്ക് ഇതുവരെ റീഫണ്ട് ആക്കാൻ പറ്റിയില്ല. ഇപ്പം എൻ്റെ ഇത് ഈ നവംബർ വരുമ്പോഴാണ് എനിക്ക് 1 ഇയർ ആകത്തുള്ളൂ. അപ്പോൾ 6 മന്ത് വരെ ഞാൻ എക്സാം എഴുതി നടക്കരുത്. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്താണ്. എനിക്ക് ലാസ്റ്റ് ചാൻസിലാണ് എൻ്റെ എക്സാം കിട്ടിയത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എത്രത്തോളം ഒരു 5 ലക്ഷം രൂപ കൊടുത്തു വരുന്ന ആൾക്ക് ചിലപ്പോൾ ഈ 5 ലക്ഷം രൂപ നമ്മൾ പലിശയ്ക്ക് എടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ലോൺ എടുക്കുന്നതായിരിക്കാം. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സെയിം ടൈമിൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഫാമിലി സപ്പോർട്ടും കൂടി അവർ തരുന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ്. സോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാവരും കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിച്ച് വർക്ക് ചെയ്യുക. ഓൾറെഡി ഞങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ മാൽദീവ്സ് എന്നല്ല ഏത് കൺട്രി ആയിക്കോട്ടെ, ഈ ലോകത്ത് ഏത് കൺട്രിയിലോട്ട് പോകണമെങ്കിലും ഏജൻസിയിൽ നിന്ന് പറ്റിക്കപ്പെടാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി നേഴ്സസ്. ഞാനിതിന് മുന്നേ ഒരു ഏജൻസിയിൽ ഒരു അയർലൻഡിലോട്ട് ഒരു കേരള വിസയ്ക്ക് പോകാൻ വേണ്ടി അപ്രോച്ച് ചെയ്തതാണ്. എന്തോ ദൈവം സഹായിച്ചത് എനിക്ക് വർക്ക് പെർമിറ്റ് ഒന്നും വന്നില്ലായിരുന്നു. ഓഫർ ലെറ്റർ വരെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കള്ളനെ പിടിച്ചു. കള്ളൻ ഡയറക്റ്റ് പോയിട്ട് സറണ്ടർ ആവുകയാണ് ചെയ്തത്. എറണാകുളത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. അപ്പം അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയ കഥയായിപ്പോവും. പക്ഷേ അപ്പോൾ അവിടെയും എനിക്ക് നഷ്ടമായി. എനിക്കൊരു 2 ലാക്ക് എബോവ് 3 ലാക്കോളം എനിക്ക് അവിടെയും നഷ്ടം വന്നു. കാര്യം നമ്മൾ ഏജൻസിക്ക് കുറച്ചാണ് കൊടുത്തെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പേപ്പർ വർക്കുകൾ നിസ്സാര കാര്യമല്ല. നമ്മൾ മറ്റേ നോട്ടറി കൊണ്ട് ചെയ്യണം, കോപ്പി ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എത്രയാണ് എടുത്തതെന്ന് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന വണ്ടിക്കൂലി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത്രത്തോളം എമൗണ്ട് എനിക്ക് വീണ്ടും നഷ്ടമായി. അപ്പം അങ്ങനെ കുറച്ച് കടമൊക്കെ അധികമായിട്ട് വന്നു. സ്റ്റിൽ ഇപ്പം അത് എനിക്ക് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആകാറായി. ഇതുവരേക്കും ആ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടാം പല ഏജൻസികളിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും എൻ്റെ അടുക്ക് എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന പോലെ ചേച്ചി ജെനുവിനായിട്ടുള്ള ഏജൻസിയുടെ പേര് പറയാമോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും എനിക്ക് ഇഷ്ടം പോലെ കമൻറ്റ്സ് വരുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് പേഴ്സണലി ഒരു ഏജൻസിനെയും അറിയില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഏക ഏജൻസി എൻ്റെ ഏജൻസിയാണ്. JP കരിയർ സൊല്യൂഷൻ എന്നാണ് പേര്. അപ്പം അത് ഞാൻ ജെനുവിനായിട്ടൊരു 100% അല്ലെങ്കിൽ 101% ഞാൻ നിങ്ങൾക്ക് ഷുവർ തരും. A to Z കാര്യങ്ങൾ
നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം A to Z കാര്യങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് സ്റ്റിൽ ഞാൻ ആ ഏജൻസിയുമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് യാതൊരു മടിയും കൂടാതെ ചേട്ടനെല്ലാം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഏജൻസിയാണ്. ഇതുപോലെ തന്നെ പല ഏജൻസികളും ഉണ്ടായിരിക്കും, അവരുമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഏജൻസിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഏജൻസി വരണം എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും എൻ്റെ അടുക്ക് ചോദിച്ചു. ഇപ്പം ഞാൻ ഓൾറെഡി വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും പിന്നെയും എൻ്റെ അടുക്ക് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് ഏതൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതോ ഇൻസ്റ്റയിലാണെന്ന് ഓർക്കുന്നില്ല കേട്ടോ. വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ജെനുവിനായിട്ടുള്ളൊരു ഏജൻസി ഏതാ ചേച്ചി അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഏജൻസി ജെനുവിനാന്ന് തന്നെ പറയും. JP കരിയർ സൊല്യൂഷൻ എന്നാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യുന്ന പ്രവീൺ എന്ന് പറഞ്ഞൊരു ആളാണ്. പുള്ളിക്കാരൻ ഒരു തമിഴ്നാട്ടുകാരനാണ്, പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം പുള്ളിക്ക് മനസ്സിലാവും. നന്നായിട്ട് മലയാളം പറയും, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളി ഇങ്ങനെ ചുമ്മാ വളവളവളാന്ന് എല്ലാ ഏജൻസിക്കാർ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയുന്ന പോലെ കാളം പോളൊന്നും പുള്ളിക്കാരൻ പറയില്ല. പുള്ളി പറയുന്നത് പുള്ളിക്ക് എന്താണോ അപ്ഡേറ്റ് കിട്ടണേ, എന്ത് അപ്ഡേറ്റ് ആണോ മിനിസ്ട്രിയിൽ നിൽക്കണേ, ആ ടൈമിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് പറഞ്ഞോളും. അതുവരേക്കും നോ കോണ്ടാക്ട്, നോ മെസ്സേജ്, അങ്ങനെയായിരുന്നു. അപ്പം ഇനിഷ്യൽ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര കൺസേൺ ആയിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി അപ്രോച്ച് ചെയ്തു, ദൈവമേ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് പോകാനുള്ള ആകെപ്പാടെ കൺസേൺ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടോ. ഒരു റിപ്ലൈയും തന്നില്ല, ഒരു മെസ്സേജും തന്നില്ല, ആകെപ്പാടെ വിഷമമായിരുന്നു. പക്ഷേ അത് പിന്നീട് പോകെയാണ് എനിക്ക് മനസ്സിലായത്, പുള്ളിക്കാരന് എന്ത് അപ്ഡേറ്റ് ആണോ മിനിസ്ട്രിയിൽ നിന്ന് എന്നാണോ കിട്ടുന്നത്, എന്നാണോ പ്രോസസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആവണേ അന്നേ പുള്ളി റിപ്ലൈ തരത്തുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ചോദിച്ച് കഴിയുമ്പോൾ റിപ്ലൈ തരും. ചിലപ്പോൾ അത് അന്നേരം തന്നെ റിപ്ലൈ തന്നൊന്നുമില്ല, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആൾ ജെനുവിനായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ട് തിരഞ്ഞെടുക്കുക. പറ്റിക്കപ്പെടാൻ ആരും ഇട കൊടുക്കരുത്. പ്രത്യേകിച്ച് നേഴ്സുമാരോടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫാമിലിയെ നമുക്ക് കൂടെ കൊണ്ടുവരാം. അതിനൊന്നും ഒരു മാറ്റവും ഈ നിമിഷം വരേക്കും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.